രാധേ രാധേ. പാണ്ഡ്യരാജ്യം ഭരിച്ചിരുന്നത് മലയധ്വജൻ എന്ന രാജാവായിരുന്നു. അദ്ദേഹത്തിന്റെ ഭാര്യയായിരുന്നു കാഞ്ചനമാല. ഇവർക്ക് മക്കളൊന്നുമില്ല. അപ്പോൾ അതിന്റെ സങ്കടത്തിൽ അവർ കഴിയുമ്പോൾ ഋഷിമാർ പറഞ്ഞതനുസരിച്ച് ഒരു പുത്രൻ ഉണ്ടാകാം. അപ്പൊ ആ പുത്രൻ തന്റെ രാജ്യം നോക്കിക്കോളും എന്ന് വെച്ചിട്ട് അവർ പുത്രകാമേഷ്ടി യാഗം നടത്തുന്നു. യാഗം നടത്തിയിട്ട് യാഗത്തിന്റെ അവസാനം ഹോമകുണ്ടത്തിൽ നിന്ന് അതിസുന്ദരിയായ ഒരു പെൺകുട്ടി, 3 വയസ്സുള്ള ഒരു പെൺകുട്ടി ഉയർന്നു വരുന്നു. ആ കുട്ടി അതിസുന്ദരി എന്ന് വെച്ചാൽ മരതകത്തിന്റെ നിറമായിരുന്നു അവൾക്ക്. മാത്രമല്ല വലിയ കണ്ണുകളായിരുന്നു, മീനിന്റെ പോലുള്ള ഭംഗിയുള്ള കണ്ണുകൾ, വലിയ കണ്ണുകൾ. വേറൊരു പ്രത്യേകത കൂടി ആ കുട്ടിക്കുണ്ടായിരുന്നു. ആ കുട്ടിക്ക് 3 മാറിടം ഉണ്ടായിരുന്നു. അപ്പൊ ആ കുട്ടി നേരെ തന്നെ മലയധ്വജനൊന്ന് നോക്കുക പോലും ചെയ്യാതെ നേരെ തന്നെ രത്നമാലയുടെ അടുത്തേക്ക് പോയി. എന്നിട്ട് അവളുടെ മടിയിൽ പോയെങ്കിരുന്നു. ഇരുന്നിട്ട് അമ്മയുടെ താടി എടുത്ത് ഇങ്ങനെ വെച്ചിട്ട് ചോദിക്കും, അമ്മേ, അമ്മയ്ക്ക് എന്നെ ഓർമ്മയുണ്ടോ എന്ന് ചോദിക്കുന്നു. അപ്പൊ രത്നമാലയ്ക്ക് തന്റെ കഴിഞ്ഞ ജന്മം ഓർമ്മ വരുന്നു. കഴിഞ്ഞ ജന്മത്ത് ജഗദംബ സ്വയം മകളായി വേണം എന്ന് പറഞ്ഞിട്ട് ദേവി അവൾ തപസ് ചെയ്ത് പ്രാർത്ഥിച്ചു. അങ്ങനെ ആ ജന്മത്ത് വെച്ച് തന്റെ ആഗ്രഹം പൂർത്തീകരിക്കാനാവാതെ മരണത്തിന് കീഴടങ്ങി. അപ്പോ ദേവി അവൾക്ക് വാക്കു കൊടുത്തിട്ടുണ്ടായിരുന്നു, ഈ ജന്മത്തിൽ അവൾ വേറൊരു രൂപത്തിലെത്തും. അപ്പോ ജഗദംബ സ്വയം മകളായി വരുമെന്ന്. അതെല്ലാം ഓർമ്മ വരുന്നു. അപ്പോൾ ആ കുട്ടി പെട്ടെന്ന് കണ്ണൊന്നടയ്ക്കും. ആ സമയത്ത് രത്നമാലയ്ക്ക് പഴയ ജന്മത്തിനെ കുറിച്ചുള്ള ആ ഓർമ്മ വീണ്ടും പോകുന്നു. അപ്പൊ ഈ സമയത്ത് മലയധ്വജൻ വല്ലാതെ സങ്കടപ്പെട്ടിരിക്കുകയാണ്. ഈ കുട്ടിക്ക് 3 മാറിടമുണ്ടല്ലോ എന്ന് വിചാരിച്ച് സങ്കടപ്പെട്ടിരിക്കുമ്പോൾ ഒരു അശരീരി മുഴങ്ങുന്നു. ഇവൾ എന്നാണോ താൻ വിവാഹം കഴിക്കാൻ പോകുന്ന പുരുഷനെ കണ്ടുമുട്ടുന്നത്, ആ നിമിഷം അവളുടെ 3ാമത്തെ മാറിടം അപ്രത്യക്ഷമാകും എന്നുള്ളതായിരുന്നു ആ അശരീരി. അങ്ങനെ ആ കുട്ടിക്ക് അവര് അച്ഛനും അമ്മയും കൂടി മീനാക്ഷി എന്ന് പേരിടുന്നു. മീനിന്റെ കണ്ണുകളോട് കൂടിയവൾ എന്നുള്ള അതിസുന്ദരമായ നാമം. അങ്ങനെ മീനാക്ഷി വളരെ മിടുക്കിയായി വളർന്നു വരുന്നു. ഒരു ആൺകുട്ടിയുടെ അത്ര പോരാട്ട വീര്യവും ധൈര്യവും ഒക്കെ അവൾക്കുണ്ടായിരുന്നു. അപ്പോൾ ഈ മകൾ 10 പുത്രന്മാർക്ക് തുല്യമാണ് എന്ന് മലയധ്വജന് പോലും മനസ്സിലാകുന്നു. അങ്ങനെ കുറെ നാൾ കഴിഞ്ഞ് മലയധ്വജൻ മരണത്തിന് കീഴടങ്ങി. അപ്പോൾ ആ സമയത്ത് മീനാക്ഷി സ്വയം രാജ്യം ഏറ്റെടുത്ത് ദിഗ്വിജയം നടത്തുന്നു. ദിഗ്വിജയത്തിന്റെ ഭാഗമായി ഒടുക്കം ഹിമാലയത്തിലെത്തുന്നു. അങ്ങനെ അവിടെ വെച്ച് ശിവഭഗവാനെ നേരിട്ട് കാണുന്നു. ആ നിമിഷം അവളുടെ 3ാമത്തെ മാറിടം അപ്രത്യക്ഷമാകുന്നു. അങ്ങനെ ആ ശിവഭഗവാനാണ് തനിക്ക് അനുരൂപനായവൻ എന്ന് മനസ്സിലാവുന്നു. അങ്ങനെ ശിവഭഗവാനുമായി മീനാക്ഷിയുടെ വിവാഹം നടക്കുന്നു. സുന്ദരേശ്വരൻ എന്നുള്ള അതിസുന്ദരമായ രൂപത്തിൽ വന്നിട്ടാണ് ശിവഭഗവാൻ മീനാക്ഷി വിവാഹം കഴിക്കുന്നത്. അത് മാത്രമല്ല വിഷ്ണുവാണ് ആ പാണിഗ്രഹണം നടത്തി കൊടുക്കുന്നത്. അപ്പോൾ അതാണ് മീനാക്ഷി സുന്ദരേശ്വര വിവാഹം. അപ്പോൾ അതിൻ്റെ ഓർമ്മയ്ക്കായിട്ടാണ് എല്ലാ വർഷവും മധുര മീനാക്ഷി ക്ഷേത്രത്തിൽ ഈ തിരുക്കല്യാണം, ഈ അപൂർവമായ അതിസുന്ദരമായ വിവാഹം മംഗളമായി എല്ലാ വർഷവും ഇതിൻ്റെ ഓർമ്മയ്ക്കായിട്ട് നടത്തുന്നു. അത് കാണാനായി ഒരുപാട് പേർ വരികയും ചെയ്യുന്നുണ്ട്. അപ്പോൾ ഇത് ഏറ്റവും വലിയ പുണ്യമാണ് ഇത് ദർശിക്കുന്നത് തന്നെ.